അങ്ങനെ ദാ നാട്ടിലത്തെ വീട്ടിൽ നിന്ന് സ്നോ കണ്ട് മതിയാവാണ്ടേ നേരെ കാട്ടിലോട്ട് വെച്ചടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഈ കാടിൻ്റെ നടുവിൽ നല്ല ഫ്രോസൺ ആയി കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഒരു ലേക്കും. അപ്പോൾ ഈ ലേക്കിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നടന്നു പോയിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോകാനായിട്ട് പറ്റും. ഈ ഒരു കാഴ്ച ഗൂഗിളിലും അതുപോലെ തന്നെ പോയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ട് ആ ഒരു ഇൻസ്പിറേഷനിലാണ് ഞങ്ങൾ ഈ യാത്രയിലോട്ട് തിരിച്ചത്. അപ്പം നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് അത്യാവശ്യം കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഈ ഒരു നടക്കണ വഴി എന്ന് പറയുന്നത് ഐസായിട്ടാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് ആ ഒരു വീഴ്ചയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അപകടങ്ങളുടെ ഉത്തരവാദിത്വം ആരും തന്നെ ഏറ്റെടുക്കില്ല എന്ന് ഇതിൻ്റെ ആ ഒരു ഗൂഗിളിൽ നമുക്ക് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട സേഫ്റ്റി മെഷേഴ്സ് എല്ലാം തന്നെ നമ്മൾ കയ്യിൽ കരുതണമെന്നുണ്ട്. അതായത് ഹെൽമെറ്റ്, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഷൂസ്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത്യാവശ്യം സേഫ്റ്റി മെഷേഴ്സൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അത്രയും ഭീകരത നിറഞ്ഞ യാത്രയാണെങ്കിൽ വഴിയിൽ വെച്ച് തന്നെ അവസാനിപ്പിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. അങ്ങനെ പോണ വഴി തുടക്കമൊക്കെ വളരെ കൂളായിരുന്നു കേട്ടോ. നമ്മുടെ ചെല്ലം പാടി നടക്കും പുൽച്ചാടി, ആ ഒരു ലെവലിൽ നമ്മളിങ്ങനെ പുൽച്ചാടിയുടെ പോലെ ഇങ്ങനെ ചാടി ചാടിയൊക്കെ പോയായിരുന്നു. കാരണം ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം ഐസില്ല, ആകെപ്പാടുള്ളത് ഈ സ്നോ മാത്രമാണ്. ഈ ഒരു സ്നോയിൽ ഇങ്ങനെ ചാടി പോകാനായിട്ട് നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ ഈ സ്നോനെ അത്രയധികം വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലത്ത് ചവിട്ടുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കുഴിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു കുഴപ്പം കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു നടപ്പാതേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 2 പേർക്ക് നടക്കാനുള്ളൊരു വീതിയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു വലിയൊരു കൊക്കയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ നടക്കുമ്പോൾ അത്യാവശ്യം തന്നെ ഒന്ന് കെയർ ചെയ്തിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഒരു കാടിൻ്റെ നടുവേ കൂടെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിന് ഈ ഒരു കാടിൻ്റെ ഒരു ഭീതികരമായിട്ടുള്ളൊരവസ്ഥയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട് ഇപ്പോൾ സ്കെലിറ്റനായിട്ടാണ് കിടക്കുന്നത്. വിൻ്റർ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഓൾമോസ്റ്റ് മരങ്ങളുടെയൊക്കെ ഇലകൾ അങ്ങോട്ട് കൊഴിഞ്ഞു പോകും. ഈ ഇലകൾ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാടെ അതിൻ്റെ മരത്തിൻ്റെ ഒരു തടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു കാടിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല. പിന്നെ ഇല കൊഴിഞ്ഞു പോകാത്തത് പൈൻ ട്രീസിൻ്റെ മാത്രമാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ജൂൺ ജൂലൈ മഴ പെയ്ത് കഴിഞ്ഞാലേ നിറയെ പായലും പൂപ്പലും കാണില്ലേ, അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ കുറേ വെറൈറ്റി സ്പീഷീസ് ആയിട്ടുള്ള കുറേ പായലും പൂപ്പലൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയും നനവുള്ള ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കണം അത്രയും അധികം പായലും പൂപ്പലും ഓരോ പാറകളുടെ കൂട്ടത്തിൻ്റെ ഇടയിലും അത്യാവശ്യം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വഴി കൂടെ പിന്നെ പോകും തോറും 2 പേർക്ക് നടക്കാൻ പറ്റുന്ന ആ ഒരു വഴി എന്ന് പറയണത് കഷ്ടി ഒരാൾക്ക് നടക്കാൻ പറ്റുന്ന വഴിയായിട്ട് കുറഞ്ഞു തുടങ്ങി. അതുപോലെ തന്നെ ഈ ഒരു കൊക്കയുടെ ആഴം കൂടി വരുന്നുണ്ടായിരുന്നു. ഈ മരങ്ങളും അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വഴിയുടെ വീതി കുറയിലും അതുപോലെ തന്നെ ഈ ഒരു കൊക്കയുടെ വലുപ്പവും കണ്ടപ്പോൾ ഒരു ഇന്ത്യൻ ടിപ്പിക്കൽ മോം എന്ന നിലയിൽ എന്നെ ഈ ഒരു യാത്രയിൽ നിന്ന് പലതവണ പുറകോട്ട് വലിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ യാത്ര മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ളത്. അവർ മുന്നോട്ട് പോയി, തന്നെ നിൽക്കാനുള്ള പേടി കാരണമാണോ എന്നറിയില്ല, നേരെ അവരുടെ പിന്നാലെ അങ്ങോട്ട് വെച്ചടിച്ചു, ഒന്നും നോക്കിയില്ല കേട്ടോ. അങ്ങനെ ഈ യാത്രയിൽ പലതരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടോ. അത്യാവശ്യം കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മനസ്സിലുള്ളൊരു പേടി കാരണമാണോ എന്നറിയില്ല, അത്രയും കൂടെ ആസ്വദിക്കാനൊന്നും പറ്റിയില്ല എന്ന് തന്നെ പറയാം കേട്ടോ പോണ വഴിയിൽ. പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് നടന്ന് അങ്ങനെ ആ ഒരു ഇതിലങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോണ നേരത്തുണ്ടല്ലോ നമുക്കിങ്ങനെ ചില സ്ഥലത്തെത്തി കഴിയുമ്പോഴേ ഇങ്ങനെ ഐസ് പോലെയായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഐസ് പോലത്തെ നമ്മൾ ചവിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഗ്രിപ്പ് കിട്ടില്ല. നമ്മുടെ ആ ഒരു ഗ്രിപ്പ് കിട്ടാണ്ടായി കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് സ്ലിപ്പായിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് നേരെ താഴോട്ട് പോകണമെങ്കിൽ കുഴപ്പമില്ല. ഇതങ്ങനെ ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ കൊക്കയിലോട്ട് വീഴുന്നുള്ളതൊരു പ്രത്യേക കാരണമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ നടക്കുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്. പലരും ഈ ഒരു ഭംഗിയുള്ള കാഴ്ച കാണാനായിട്ട് വരാനായിട്ട് ഭയക്കണത് തന്നെ ഈ ഒരു ഐസ് നിറഞ്ഞിട്ടുള്ള വഴിയോ കൂടെ വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. സ്നോയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതും പോരാഞ്ഞിട്ടുണ്ടല്ലോ കുറേ മരങ്ങൾ ഇങ്ങനെ ഇടിഞ്ഞു മുളിഞ്ഞ് തലയിലേക്ക് വീഴണോ എന്ന് വെച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറേ മരങ്ങളിങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോണ്ട് അതാ കാണുന്നു നമുക്ക് കാണേണ്ട സ്ഥലം എന്ന് വിചാരിച്ചു. പക്ഷേ ആക്ച്വലി അതായിരുന്നില്ല. അത് നമുക്ക് നമ്മുടെ മനസ്സിന് കുളിർമ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെമോ കാഴ്ച മാത്രമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ഫുള്ള് ഇങ്ങനെ ഫ്രോസൺ ഈ ഐസായിട്ടാണ് കിടക്കുന്നത്. ഈ ഐസിന് ചവിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ലിപ്പായിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ ഈ പാറക്കൂട്ടത്തിൻ്റെ അവിടെ എത്തുമ്പോൾ പാറക്കൂട്ടത്തിനുമുള്ള ഈ ഐസുകൾ ഇങ്ങനെ
തലയിലോട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ടെന്ന് അവിടെ ഒരു വാർണിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്താലും ഇറങ്ങാൻ പറ്റില്ല എന്ന് ഉറപ്പായി. കാരണം ഞാൻ കൂടുതൽ ബലം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കൈവരി താഴോട്ട് പൊട്ടിപ്പോയി ഞാനും ആ വഴിക്ക് അങ്ങോട്ട് പോകുന്നുള്ള പേടി കൊണ്ടാണോ എന്നറിയില്ല. ഒന്നും നോക്കിയില്ല, അവിടെ ഇരുന്ന് നിരങ്ങി അപ്പുറത്തോട്ട് എത്തിയിട്ടോ. എത്തിക്കഴിഞ്ഞ് ഭയങ്കര വിജയശ്രീ ലളിതയായി നിൽക്കുമ്പോൾ ആരോ വെച്ചിട്ട് പോയി ഒരു വടി കഷ്ണം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വേഗം അതെടുത്ത് കയ്യിൽ പിടിച്ചു, ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. വലിയ സപ്പോർട്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം ആ വടി കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വടി ഞാനും കൂടെ വീഴാം. എന്നാലും കിട്ടിയ ബലം എന്ന് വെച്ചിട്ട് അതും പിടിച്ചിട്ട് അങ്ങോട്ട് നടത്താൻ തുടങ്ങി. പിന്നെ നമ്മുടെ ഗുണ കേവിൻ്റെ പോലത്തെ ഒരു കുഴിയൊക്കെ ഞങ്ങൾ പോണ വഴിയിൽ കണ്ടു കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്നതിനോട് ചേർന്നിട്ട് ഒരു കുഞ്ഞു വട്ടത്തിലൊരു കുഴി ഉണ്ടായിരുന്നു. ആ കുഴിക്ക് മുകളിലൊരു കുറുകെ ഒരു കുഞ്ഞൊരു മരക്കഷ്ണം കൂടെ ഇട്ടിട്ടുണ്ട്. കുട്ടികളൊക്കെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജാമായിരിക്കാൻ ചാൻസ് ഉണ്ട്. വലിയ ആൾക്കാർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എന്നാൽ കൂടെ അതൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. പിന്നെ ഈ കാണുന്ന മരത്തിൻ്റെ ആ കൈവരികളൊക്കെ ഉണ്ടല്ലോ, അത് കുറേ കാലം പഴക്കമായിട്ടാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്നോയിൽ നിൽക്കണ കാരണമാണോ എന്നറിയില്ല, ഒരു ചെറിയ ആട്ടവും ഇളക്കമൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങനെ അത്രയും ഭയങ്കര ഒരു ബലം കൊടുത്ത് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്ന ഒരു കൈവരി ഒന്നും ആയിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ നോർവേയിൽ താമസിക്കുന്ന ആൾക്കാർ അവർ ചെറുപ്പം തൊട്ടേ ഈ സ്നോയിലും ഇങ്ങനത്തെ ഐസിൽ കൂടെ ഒക്കെ നടക്കണ കാരണം സ്കേറ്റിംഗ് ഒക്കെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായ കാരണം അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ വട്ടം ഞാൻ ഇരുന്ന് ഒഴുകിയപ്പോൾ എന്നെ കളിയാക്കിയിരുന്ന എൻ്റെ കെട്ടിയോൻ രണ്ടാമത്തെ സ്ഥലത്തിപ്പോൾ എന്ത് ചെയ്താലും ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള ഉറപ്പ് വന്ന കാരണം കൊണ്ട് എന്തായാലും ഇരുന്ന് ഒഴുകി താഴോട്ട് എത്താമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കൂടുതൽ കമൻസ് ഒന്നും പറയാൻ നിന്നില്ല അത് സമയത്ത് കേട്ടോ. കാരണം ആളിറങ്ങി താഴെ നിന്നിട്ട് വേണം എന്നെ ഒന്ന് കൈപിടിച്ച് താഴോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വിധത്തിൽ ആൾ താഴോട്ട് ഇറങ്ങി. പിന്നെ ഈ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇവർ സ്കൂളിലൊക്കെ പോയി തലകുത്തി മറയണ കാരണമാണോ എന്നറിയില്ല, അവർക്ക് ഈ സ്നോയിലിരുന്ന് ഒഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ക്രേസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അപ്പുറത്ത് ഇങ്ങനെ ആളുകൾ ഇരുന്ന് ഒഴുകിയിട്ടുള്ളൊരു ചാല് പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഇരുന്ന് ഒഴുകി കഴിഞ്ഞ് ചിലപ്പോൾ പെട്ടെന്ന് സൈഡിലോട്ട് നമുക്ക് ആ ഒരു ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോണത് താഴോട്ടായിരിക്കും. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വഴി അത്ര അങ്ങോട്ട് സെലക്ട് ചെയ്തില്ല. പക്ഷേ എൻ്റെ മോള് പറഞ്ഞു ഓക്കെ ഞാൻ അതെല്ലാം വരാം, എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ അതാണെന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ താഴേന്ന് പിടിക്കാനായിട്ട് ആളുള്ള കാരണം കൊണ്ട് മാത്രം ആ ഒരു വഴി അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു വഴി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നമ്മളിങ്ങനെ പോകുമ്പോൾ അത് പെട്ടെന്ന് സൈഡിലോട്ട് നമുക്ക് നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല ഈ ഐസിൽ കൂടെ പോണ ഒരു കാര്യം. അത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മളങ്ങനെ താഴോട്ട് എത്തിയിട്ടോ. എത്തിക്കഴിഞ്ഞ് ഇതാണ് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത്. ആ ഒരു വലിയ ലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ കാണുന്നതാണ് കേട്ടോ ലേക്ക്. അപ്പോൾ ചില സ്ഥലത്തൊക്കെ സ്നോ ഒക്കെ ഒന്ന് മെൽറ്റായിട്ട് ഇങ്ങനെ വെള്ളം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ നടുവിൽ കൂടെ നമുക്ക് നടക്കാമെന്നുള്ളത് കുറച്ച് റിസ്ക്കാണ്. കാരണം എപ്പോഴാണ് ഈ സ്നോ താഴോട്ട് പോയിട്ട് അവിടെ പെട്ടെന്ന് വെള്ളമാണെന്ന് പറയാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു പാറയോട് ചേർന്നിട്ടാണ് കൂടുതലും നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പാറയോട് ചേർന്നിട്ട് നടക്കണ ആ ഒരു പോർഷനിൽ ആളുകൾ നടന്നിട്ട് അവിടുത്തെ ആ ഒരു സ്നോ അത്യാവശ്യം നല്ല കട്ടിയായിട്ട് നല്ല ഐസ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഐസ് പെട്ടെന്ന് ഉരുകില്ല. എന്നാൽ ഈ പൊടിമഞ്ഞ് പോലെ കിടക്കുന്ന സ്നോ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റാവും ചിലപ്പോൾ. അത് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം കട്ടിയായിട്ടുള്ളൊരു വഴിയെ കൂടെ മാത്രം നടക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ആ ദൂരത്ത് കാണുന്ന ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഫ്രോസണായത് കാണുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഒട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഒരു ഭംഗി എത്രയാണെന്നുള്ളത്. നമുക്കിപ്പോൾ വീടും വീട്ടുകാരെയൊന്നും കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോകളൊക്കെ ചെയ്തിട്ട് ഇതാണ് സ്ഥലം അങ്ങനെയെങ്കിലും കാണിക്കുക. നമ്മുടെ ആ ഒരു സന്തോഷം നമ്മൾ മറ്റുള്ളവരും കൂടി ആയിട്ട് ആ ഒരു കാര്യം പങ്കിടാനായിട്ട് നമ്മൾക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തു കേട്ടോ. നമ്മളിവിടെ എത്തിയില്ലോ, ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അങ്ങനെയുള്ളൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 വെള്ളച്ചാട്ടമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ രണ്ടാമത്തെ വെള്ളച്ചാട്ടം അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഭംഗിയിൽ നമുക്ക് ഉള്ളിൽ കയറി നിന്നിട്ട് നമുക്ക് വ്യൂ കുറച്ചും കൂടെ കിട്ടും, നല്ല ഫോട്ടോസൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ടെമ്പറേച്ചറിൽ കുറച്ച് വ്യത്യാസം വന്ന കാരണം കൊണ്ട് തന്നെ അവിടേക്ക് പോകുന്നത് റിസ്ക്കാണ്. കാരണം പെട്ടെന്ന് ഇത് മെൽറ്റായിട്ട് താഴോട്ട് വീണ് കഴിഞ്ഞാൽ ഐസ് തലയിലോട്ട് അല്ലെങ്കിൽ മേത്തോട്ട് വീഴുന്നത് അത്രയും സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് മാറിപ്പോവാനായിട്ടുള്ളൊരു ഫെസിലിറ്റി അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും സ്ഥലമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ ആ രണ്ടാമത്തെ വെള്ളച്ചാട്ടം സ്കിപ്പ് ചെയ്തു. പകരം ആദ്യത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ തന്നെ നിന്നു. ഈ കാണുന്ന ഒരു ഏരിയ ഫുൾ ഐസാണ് കേട്ടോ, നമുക്ക് അവിടെ ഒന്നും നടക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ എത്തിപ്പെട്ടിട്ടുള്ളതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ അവിടെ അടുത്ത
അടുത്ത് വരെ പോയി, പക്ഷെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയില്ല. അത്രയും ധൈര്യം അവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. നോർവീജിയൻസ് കുറേ പേര് വന്നു. എല്ലാവരും ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് മാത്രമേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആരും ഉള്ളിലോട്ട് കയറാനായിട്ട് ശ്രമിച്ചില്ല. പക്ഷെ ഭയങ്കര മൈനസ് ടെമ്പറേച്ചറൊക്കെ ആണെങ്കിൽ ഉള്ളിലോട്ട് കയറുന്നതും ഭയങ്കര സേഫ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കെന്ന് പറയുന്നത് ചിലൊരു പോർഷനിൽ ഭയങ്കര കൂളായിട്ട് കാമായിട്ട് ഒഴുകുന്നതും, എന്നാൽ ഒരു പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒഴുക്കോട് കൂടിയിട്ടാണ് ഈ വെള്ളം ഒഴുകുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു ലേക്കിനെ ഒട്ടും വിശ്വസിക്കാനായിട്ട് പറ്റില്ലാത്ത പോലെയായിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടണ മനസ്സിനുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടേ തിരിച്ച് നമുക്ക് പോവുക എന്നുള്ളൊരു കാര്യം, നമ്മൾ തിരിച്ച് ഇങ്ങനെ ഇവിടേക്ക് എത്തുമ്പോൾ കുറേ ഇറക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇറക്കങ്ങളൊക്കെ ഇറങ്ങാനായിട്ട് നമുക്ക് ഇരുന്ന് ഒഴുകാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മൾ കയറി പോകുമ്പോഴേ നമുക്ക് ഒഴുകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മുകളിൽ ചെന്ന ഒരാൾ പിടിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഫോഴ്സിൽ ആ മുകളിൽ നിൽക്കുന്ന ആളും കൂടെ താഴോട്ട് വരികയാണ്. അപ്പം അത്രയും അങ്ങോട്ട് കയറി പോകാമെന്നുള്ളതായിരുന്നു കുറച്ചും കൂടി ഒരു വലിയ ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടുത്തെ നോർവീജിയൻസിൻ്റെ ഒരു കൾച്ചർ വെച്ചിട്ട് അവർ ഭയങ്കര കൂളായിട്ട് സാധാരണ മണ്ണിൽ നടന്ന് പോണ പോലെയൊക്കെ കുറേ പേര് പോകുന്നുണ്ടായിരുന്നു. കുറേ പേര് ഈ പറഞ്ഞ പോലെ വീഴുന്നുണ്ട്, എണീക്കുന്നുണ്ട്, പിന്നെയും പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ ഈ ഒരു യാത്ര അവസാനിപ്പിച്ചു. പക്ഷേ ഇനിയൊരു വട്ടം എന്നോട് ഇങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, കണ്ണും പൂട്ടി ഞാൻ പറയും നോന്ന്. കാരണം എൻ്റെ ഹാർട്ടൊക്കെ ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കാറായി എന്നൊക്കെ എനിക്ക് തോന്നി ചില സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ യാത്ര ഇപ്പോഴും ഒരു അൺമെമ്മറബിൾ ആയിരുന്നു കേട്ടോ.